ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വീട്ടുവിശേഷമാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളിന്ന് ഉണ്ടാക്കിയത് ഗോതമ്പ് ദോശയും കടലക്കറിയാണ് കേട്ടോ. ഇന്ന് ഒത്തിരി പണികളുള്ള ദിവസമാണ്. പിന്നെ തലേ ദിവസം രാത്രി നമ്മൾ വെർജിൻ ഓയിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനത്തെ ഒത്തിരി പണികളുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല മണമുള്ള നല്ല ഓയിലാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒത്തിരി പാടാന്നൊക്കെ കരുതിയത്, പക്ഷേ നല്ല സൂപ്പറായിട്ട് വരും. പക്ഷെ നല്ല ലേറ്റ് ആവും കേട്ടോ. ഇത് നല്ല മൂത്ത് ഈ കളറിൽ വരണം. ഈ കളറിൽ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ തരിയൊക്കെ മാറ്റി വെച്ച് കൊടുത്താൽ നമുക്ക് കയ്യിലും കാലിലൊക്കെ സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യാം. പുറത്തുനിന്ന് മേടിക്കുന്ന അതേ മണത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ നമ്മൾ ആദ്യം പാര മീനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് പുരട്ടി വെച്ചു. ചൂര മീനിനായിട്ട് എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പം അതും കൂടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞണ്ടാണെങ്കിൽ വാങ്ങിയിട്ട് വന്നപ്പോൾ തന്നെ റോസ്റ്റ് ചെയ്തായിരുന്നേ. പിന്നെ കുറച്ച് 5-6 ഞണ്ട് ഞാൻ പിറ്റേ ദിവസത്തേക്ക് പച്ച അരച്ച് വയ്ക്കാനായിട്ടൊരു കൊതി, അപ്പം അതും കൂടി വെച്ചു. അങ്ങനെ എല്ലാം കൂടി നല്ലൊരു ദിവസം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. കണവ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കണവ തോരൻ വയ്ക്കാനായിട്ട് പുരട്ടിയൊക്കെ വെച്ചു. എൻ്റെ കഴിഞ്ഞ വീഡിയോ മാർക്കറ്റിൽ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട് ഇതുപോലെ തന്നെ കിട്ടണമെന്ന് പറയുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നാളെ പാവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു പാവയ്ക്ക എടുത്ത് നമ്മൾ പാവയ്ക്കയുടെ കയ്പ്പ് മാറാനായിട്ട് അത് റൗണ്ടായിട്ട് അരിഞ്ഞിട്ടേ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഒരു അരമണിക്കൂറോളം മാറ്റി വെച്ചിടുക. ഈ വെള്ള പാവയ്ക്ക അധികം കയ്പ്പൊന്നുമില്ല, എന്നാലും അങ്ങനെ ഒരു ടിപ്പാണ് കേട്ടോ, നല്ലൊരു ടിപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ പാവയ്ക്ക മുളകിട്ടതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പാവയ്ക്കയൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അത് എടുത്ത് നമുക്ക് ഇതിലോട്ട് എണ്ണയിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കുക. നല്ല ബ്രൗൺ കളറായിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ രീതിയിലൊന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഷോർട്സിൽ. അപ്പം എല്ലാവരും ആ സമയം കയറി കാണുക. ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പോയിട്ട് ആ ചട്ടിയിലോട്ട് തന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം എല്ലാം കൂടി ആഡ് ചെയ്ത് നമ്മൾ എല്ലാം കൂടി നല്ല മൂപ്പിച്ചെടുക്കുക. നമുക്കിതിലോട്ട് പുളി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആവശ്യത്തിന് നാരങ്ങ നീരാണ് കേട്ടോ ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ലാസ്റ്റാണ് ഞാൻ നാരങ്ങ നീര് ആഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല കോൾഡ് ഉണ്ട് കേട്ടോ, അതാണ് എൻ്റെ വോയിസിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. വീഡിയോസ് ഇട്ടിട്ട് 2 ദിവസമായി, അപ്പോൾ എന്തായാലും വോയിസ് പറഞ്ഞേക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ നല്ല രീതിയിൽ എല്ലാം തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് അടിപൊളി ഒരു റെസിപ്പിയാണേ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പായസം വയ്ക്കാൻ പോവുകയാണ്. പാലട മിക്സ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാലട മിക്സ് എടുത്തു, പാലട വെച്ചായിരുന്നു. ഒരു 200 ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നേ. 2 കവർ പാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കാച്ചി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്തു. ഇനി നമ്മൾ ഇലയപ്പം ഉണ്ടാക്കിയേ. കുറച്ച് മൈദയിലും കുറച്ച് റാഗിയിലുമാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇലയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ തെരളി ഇല ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടി വെച്ച് കൊടുത്താൽ നല്ല മണമായിരിക്കും കേട്ടോ ഇലയപ്പത്തിന്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ, ഇലയപ്പത്തിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് കുഞ്ഞു നാളിൽ മുതൽ സ്കൂളിലൊക്കെ നമ്മളെല്ലാവരും കളിക്കുന്നില്ലേ കള്ളനും പോലീസൊക്കെ. അപ്പോൾ കുറേ വർഷങ്ങളായി നമ്മൾ കള്ളനും പോലീസൊക്കെ കളിച്ചിട്ട്. അപ്പോൾ ഇന്നുണ്ടായിരുന്നല്ലോ ആമിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ജിത്തു ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് കള്ളനും പോലീസും കളിച്ച് കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു മൈൻഡ് നല്ലൊരു ഫ്രീ ആയിട്ടിരുന്നു കേട്ടോ, കുട്ടികളുടെ കൂടെ ഇരുന്നൊക്കെ കളിച്ചപ്പോൾ. എൻ്റെ ചെറുക്കുട്ടനെ അവിടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, തുണ്ടെടുക്കണോ വേണ്ടേന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഫസ്റ്റ് ഞാനാണ് കേട്ടോ ഫുൾ 0 മേടിച്ചുകൊണ്ടേയിരുന്നത്. എനിക്ക് ഈ പോലീസ് ആകുമ്പോൾ കള്ളനെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ എനിക്ക് മുട്ട കിട്ടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം ഇത്രയും ഒരു എൻജോയ് ചെയ്ത ഒരു ദിവസമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റ ബേബി.